വെൽക്കം ബാക്ക് ടു AR ട്രാവലർ. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വെങ്ങളം മുതൽ ചെങ്ങോട്ടുകാവ് വരെയുള്ള ദേശീയപാതയുടെ ഏറ്റവും പുതിയ കാഴ്ചകളാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ ചെങ്ങോട്ടുകാവ് ഭാഗങ്ങളിലൊക്കെ നല്ല രീതിയിൽ പുതിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. വെങ്ങളം കഴിഞ്ഞിട്ടുള്ള പ്രദേശമൊക്കെ അപ്പോൾ ആ ഒരു മാറ്റങ്ങളാണ്, ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആ മാറ്റങ്ങളാണ് ഇന്ന് നമ്മൾ നിങ്ങൾക്ക് അപ്ഡേഷൻ ചെയ്യുന്നത്. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും പിശുക്ക് കാണിക്കേണ്ടതില്ല. അപ്പം നമ്മൾ നേരെ അധികം വലിച്ചിട്ടില്ല, വീഡിയോയിലേക്ക് പോവാണ്. അപ്പം നമ്മളെ വീഡിയോ ഇന്ന് വെങ്ങളം, അതായത് വാഗാടിൻ്റെ റീച്ചായ വെങ്ങളം മുതൽ ചെങ്ങോട്ട് കാവ് വരെയുള്ള പ്രദേശമാണ് നമ്മൾ വീഡിയോയിൽ അപ്ഡേഷൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെങ്ങോട്ട് കാവ് നല്ല രീതിയിൽ കാവ് ഭാഗത്തൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വെങ്ങളം ഇവിടെ വരെയാണ് നമ്മളെ വാഗാടിൻ്റെ റീച്ച് വരുന്നത്. അത് കഴിഞ്ഞിട്ട് KMCയുടെ റീച്ചാണ്. അപ്പോൾ അപ്രോച്ച് റോഡിൻ്റെ മുകളിലൊക്കെ നേരത്തെ മണ്ണടിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ശേഷം ഇപ്പോൾ കാര്യമായിട്ടുള്ള വർക്ക് നടന്നത് സർവീസ് റോഡിലാണ്. സർവീസ് റോഡ് നേരത്തെ ഒരുപാട് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന പ്രദേശമായിരുന്നു. അപ്പോൾ സർവീസ് റോഡൊക്കെ കുറേയൊക്കെ ടാർ ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ല ട്രാഫിക് ബ്ലോക്കും ഈ ഒരു പ്രദേശത്തുണ്ട്. അതേപോലെ തന്നെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് മണ്ണ് അടിച്ചതിന് ശേഷം ഇപ്പം ലെവലിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയും, അതേപോലെ തന്നെ നമ്മുടെ സൈഡ് പാനലുകൾ, അപ്രോച്ച് റോഡിൻ്റെ പാനലുകൾ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇനി ഈ ഒരു ഭാഗത്ത് താറിയാളുടെ ലെവലിംഗ് ഒക്കെ കഴിഞ്ഞ് താറിയാൾ അപ്രോച്ചിൻ്റെ റോഡിൻ്റെ ഭാഗത്ത് താറിയാളുടെ പ്രവർത്തനമാണ് നടക്കാനുള്ളത്. അതേപോലെ തന്നെ രണ്ട് സൈഡിലും സർവീസ് റോഡിൻ്റെ ഭാഗത്ത് ഇപ്പോൾ താറിയും കഴിഞ്ഞ് നേരത്തെ ഇതിലൂടെയൊക്കെ വാഹനങ്ങൾ സഞ്ചരിക്കാൻ അങ്ങേയറ്റം പ്രയാസമുള്ള ഒരു പ്രദേശമായിരുന്നു. അപ്പോൾ അതിലൊക്കെ വലിയ മാറ്റം ഒരു പരിധി വരെ വന്നിട്ടുണ്ട്. ഇപ്പം പ്രധാനമായിട്ടും മാറ്റമില്ലാതെ കിടക്കുന്നത് നമ്മളെ പൊയിൽക്കാവ് ആ ഒരു ഭാഗത്താണ്. ആ ഭാഗത്തുള്ള സർവീസ് റോഡ് ഇപ്പോഴും വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാതെ പൊട്ടിപ്പൊളിഞ്ഞ ഒരു അവസ്ഥയിൽ തന്നെയാണ്. അതേപോലെ തന്നെ നമ്മളെ വെങ്ങളൊന്ന് ചെങ്ങോട്ടുകാവ് ഭാഗത്തേക്ക് സഞ്ചരിക്കുമ്പോൾ ഇവിടെയൊക്കെ താറിങ് കഴിഞ്ഞിട്ടുണ്ട്. അതായത് തിരുവങ്ങൂർ സ്കൂളിൻ്റെ ഭാഗവും കഴിഞ്ഞ്, അതേപോലെ തന്നെ തിരുവങ്ങൂർ സ്കൂൾ കഴിഞ്ഞിട്ടുള്ള പ്രദേശങ്ങളിലൊക്കെ നേരത്തെ താറിങ് കഴിഞ്ഞതായിരുന്നു. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആ ഒരു പുതിയ ബ്ലാക്ക്, നല്ല ബ്ലാക്ക് ഉള്ളത് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് താറിങ് കഴിഞ്ഞതാണ്. അതേപോലെ തന്നെ ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് കോൺക്രീറ്റിങ് കഴിഞ്ഞു. ക്രാഷ് ബാരിയറിൻ്റെ പെയിൻറ്റിങ്ങിൻ്റെ വർക്കും ഈ ഒരു പ്രദേശത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 3 വരി താറിങ് കഴിഞ്ഞ പുതിയ 3 വരി വാഹനങ്ങൾക്ക് പാസ് ചെയ്യാൻ വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട്. സർവീസ് റോഡിലും വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. നല്ല രീതിയിലുള്ള മാറ്റം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ താറിങ്ങും തകൃതിയായിട്ട് ഈ ഒരു പ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വാഗാടിന് എന്താ സംഭവിച്ചതെന്നറിയില്ല. പക്ഷേ ഈ ഒരു മാറ്റം, ഈ ഒരു വേഗത പെട്ടെന്ന് നിന്നു പോകാതെ കൂടുതൽ മുന്നോട്ട് പോകട്ടെ എന്നാണ് പറയുന്നത്. പല ആളുകൾക്കും സത്യം പറയുകയാണെങ്കിൽ ഇപ്പം യാത്ര ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഇത് എപ്പോൾ തീരുമെന്നുള്ള ഒരു ആശങ്ക തന്നെയാണ്. നമ്മളിപ്പോൾ വീഡിയോ ഒന്ന് എടുക്കാൻ വന്ന സമയത്ത് നടന്നു പോകുന്ന സാധാരണക്കാരായ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ, പ്രായമുള്ള ആളുകളൊക്കെ ഈ ദേശീയപാതയുടെ വർക്ക് ഈ അടുത്ത കാലത്തൊന്നും തീരൂല. ഇനി അതേപോലെ തന്നെ അപ്രോച്ച് റോഡൊക്കെ കാണുമ്പോൾ ചിലയിടത്ത് അപ്രോച്ച് റോഡൊക്കെ പൊട്ടിപ്പൊളിഞ്ഞതൊക്കെ കണ്ട വാർത്തയും, അതിനുശേഷം ഈ അപ്രോച്ച് റോഡൊക്കെ നിർമ്മിക്കുന്നത് കാണുമ്പോൾ സ്ത്രീകളും പ്രായമുള്ള ആളുകൾ വരെ ആശങ്കപ്പെടുകയാണ്. ഇതൊക്കെ പൊളിയുമോ, ഇടിഞ്ഞ് വീഴുമോ എന്നുള്ള ഒരു ആശങ്കയുണ്ട്. അപ്പോൾ എന്തായാലും അത് മലപ്പുറം ഉൾപ്പെടെയുള്ള പല പ്രദേശങ്ങളിലും അത്തരത്തിലുള്ള അപ്രോച്ച് റോഡുകൾ പൊളിഞ്ഞു വീണതും തുടങ്ങിയ കാരണങ്ങൾ കൊണ്ടാണ് ആ ഒരു ആശങ്ക. അപ്പോൾ ആ ഒരു ആശങ്ക അകറ്റേണ്ടതുണ്ട്. അതേപോലെ തന്നെ സർക്കാർ കൃത്യമായി ഒന്നുകൂടി NHI ഈ വർക്കൊക്കെ നടക്കുമ്പോൾ കൃത്യമായി മോണിറ്ററിങ് നടത്തേണ്ടതുണ്ട്. ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ ഇപ്പോൾ താറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. താറിങ് നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള 3 വരിയിൽ ഓൾറെഡി താറിങ് കഴിഞ്ഞു. ആ ഒരു 3 വരി ഇപ്പോൾ വാഹനങ്ങൾക്ക് കണ്ണൂർ ഭാഗത്തേക്ക്, വടകര ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത 3 വരിയുടെ ഭാഗത്താണിപ്പോൾ സ്പ്രേ ചെയ്തതിന് ശേഷം താറിങ്ങിനുള്ള പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ ഫാസ്റ്റായിട്ട് ഈ ഒരു പ്രദേശത്ത് വർക്ക് നടന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ ചേമഞ്ചേരി അതേപോലെ ഭാഗങ്ങളിൽ നല്ല രീതിയിൽ ടേണിംഗ് ഉണ്ട്. നേരത്തെ നമ്മൾ പലപ്പോഴും പലയിടത്തും വാഗാടിൻ്റെ റീച്ചിൽ ഒരിടത്തും ഒരു അണ്ടർ പാസേജും ഒരു ഫ്ലൈ ഓവറും തുറന്നു കൊടുത്തില്ല എന്ന് നിരന്തരം നമ്മൾ വാഗാടിനെക്കുറിച്ച് പരാതി പറഞ്ഞിരുന്നു. എന്നാൽ ആ ഒരു പരാതിയിലൊക്കെ വലിയ മാറ്റം വന്നിട്ടുണ്ട്. പലയിടത്തും അണ്ടർ പാസേജിൻ്റെ വർക്ക് കഴിഞ്ഞു. അതേപോലെ തന്നെ അപ്രോച്ച് റോഡിൻ്റെ വർക്കൊക്കെ പൂർണ്ണമായും കഴിഞ്ഞില്ലെങ്കിലും പലയിടത്തും കഴിഞ്ഞു. വാഹനങ്ങൾ ഇപ്പോൾ ആ ഒരു ഭാഗത്തൊക്കെ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. വാഗാട് ഉദ്ദേശിക്കുകയാണെങ്കിൽ ഈ ഒരു 2026 വെങ്ങളം റീച്ച് വാഗാടിന് തീർക്കാൻ കഴിയുന്ന രീതിയിലുള്ള വർക്കേ ഉള്ളൂ. പക്ഷെ വാഗാട് അത് മനസ്സുകൊണ്ട് ഉദ്ദേശിക്കുമോ നമുക്കറിയില്ല. ഇപ്പോൾ പയ്യോളി ഭാഗത്തും നല്ല രീതിയിൽ മാറ്റങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
അപ്പം അതേപോലെ തന്നെ കുഞ്ഞിപ്പള്ളി ഭാഗത്തും വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വടകരയിലും നടക്കുന്നുണ്ട്. വടകരയിൽ ഇപ്പോൾ വീണ്ടും ഒന്ന് സ്ലോ ആയിട്ടുണ്ട്. എന്തായാലും 2026 ഡിസംബറിലെങ്കിലും വർക്ക് പൂർത്തിയായാൽ വലിയ ആശ്വാസകരമായിരിക്കും. അതേപോലെ തന്നെ കാലവർഷത്തിന് മുന്നേ പ്രധാനപ്പെട്ട പ്രദേശങ്ങളിലെ ടൗൺ കേന്ദ്രീകരിച്ചുള്ള അതേപോലെ തന്നെ അപ്രോച്ച് റോഡും മറ്റ് ബന്ധപ്പെട്ട റോഡുകളൊക്കെ വരുന്ന പ്രദേശങ്ങളിലെ വർക്കുകൾ കഴിഞ്ഞില്ലെങ്കിൽ വീണ്ടും വെള്ളക്കെട്ടിലാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഡ്രൈനേജ് അതേപോലെ പലയിടത്തും അതേപോലെ തന്നെ ഡ്രൈനേജ് ബ്ലോക്കായ ഒരു സാഹചര്യമുണ്ട്. അതിനിടയിൽ ഒരു വാഹനം നിങ്ങൾ നിർത്തിയിട്ടത് കണ്ടോ? റോഡിൻ്റെ നടുവിൽ വാഹനം നിർത്തിയിട്ടിരിക്കുകയാണ്. ഒരു ചങ്ങാതി റോഡിൻ്റെ നടുവിലാണ് വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത്. അറ്റ്ലീസ്റ്റ് നമ്മൾ ഈ ദേശീയപാതയിൽ പാർക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു മറ്റൊരു കാര്യം. ഇപ്പം വർക്ക് ഇപ്പം പൂർണ്ണമായും കഴിയാത്തത് കൊണ്ട് നമുക്ക് ഒരു പരിധി വരെയൊക്കെ അംഗീകരിക്കാം. എന്നിരുന്നാലും പാർക്ക് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് സെൻറ്ററിൽ ഇങ്ങനെ വണ്ടി കൊണ്ടിടുന്നത് അങ്ങേയറ്റം മോശമാണെന്നുമല്ല, വലിയ അപകടമൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇവനെ കാറാണ് ലൈസൻസ് കൊടുത്തതെന്ന് കാണുമ്പോൾ നമുക്ക് കണ്ടാൽ ഏത് പൊട്ടാനും മനസ്സിലാവും ഇത് സെൻറ്ററിലാണ് കൊണ്ടിട്ടിരിക്കുന്നത്. ഒന്ന് ഒതുക്കി നിർത്തുക എന്നൊക്കെ നമ്മൾ പറയില്ല. ഇത്രയും വലിയ വാഹനം ഒതുക്കി നിർത്താതെ പാർക്ക് ചെയ്തത് അങ്ങേയറ്റം വിവരക്കേടാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതൊക്കെ അത്ര മതി എന്ന ഒരു ചിന്താഗതിയിലാണ് ഒരുപക്ഷെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. കാരണം വാഹനം ഡ്രൈവ് ചെയ്യുന്ന ആളുകളാണ്, അവർക്കിതിനെപ്പറ്റി കൃത്യമായിട്ട് അറിയാം. ഒരു വാഹനം റോഡിൽ നിർത്തിയിട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളെക്കുറിച്ച്, മറ്റു വാഹനങ്ങൾക്കുണ്ടാകുന്ന പ്രയാസമൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാം. അതേപോലെ തന്നെ ചില വാഹനങ്ങൾ ഇതേപോലെ നിർത്തിയിട്ടിട്ട് ഡോറ് തുറന്നു വിട്ട വലിയ വാഹനങ്ങൾ, ടോറസ് പോലെയുള്ള വലിയ വാഹനങ്ങൾ ഡോറ് തുറന്നിട്ട കാഴ്ച നമുക്ക് പലയിടത്തും നിന്ന് യാത്ര ചെയ്യുമ്പോൾ കാണാനിടയായി. അപ്പോൾ നമ്മളെ ചേമഞ്ചേരി ഭാഗത്തൊക്കെ ഇപ്പോൾ വർക്ക് കഴിഞ്ഞതിന് ശേഷം നമ്മളെ ക്രാഷ് ബാരിയറിൻ്റെ പെയിൻറ്റിങ്, അതിൻ്റെ മാർക്കിങ് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ഒരു മാറ്റമാണ് ഈ ഒരു പ്രദേശത്ത് സംഭവിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ചെങ്ങോട്ടുകാവ് ഭാഗത്താണ് ഇനി കാര്യമായിട്ടുള്ള വർക്ക് നടക്കാനുള്ളത്. ഇവിടെയും അണ്ടർ പാസേജിന് അതിനിടയിൽ ഒരു ബസ്, ആ ബസ്സുകാരനെതിലെയാണ് പോകുന്നത്. നല്ല ട്രാഫിക് ബ്ലോക്കാണ്. അപ്പം ആ ട്രാഫിക് ബ്ലോക്കിനിടയിലൂടെ ഒരു ബസ്സുകാരൻ ഇതിലെ വല്ല വഴിയുമുണ്ടോ എന്ന് ഒരു ബൈക്കൊക്കെ പോകുന്ന ഒരു ലാഘവത്തിലാണ് അയാൾ പോകുന്നത്. ബൈക്കുകാരൊക്കെ ഒരു ചെറിയ പോക്കറ്റ് റോഡിലൂടെയൊക്കെ അല്ലെങ്കിൽ ചെറിയ ഊടുവഴിയിലൂടെയൊക്കെ ലെഫ്റ്റ് കട്ട് ചെയ്തൊക്കെ അല്ലെങ്കിൽ ചെറിയ ഗ്യാപ്പിലൂടെയൊക്കെ നമ്മൾ കയറിപ്പോകില്ല, അതേ രീതിയിലാണ് ബസ് കയറിപ്പോകുന്നത്. ആ കാണുന്ന അണ്ടർ പാസേജിനുള്ളിലൂടെ കടന്നു കളയാമെന്നായിരിക്കും ഈ ഓഫ് റോഡിലൂടെ മണ്ണിലൂടെ യാത്ര ചെയ്തിട്ട് ആ അണ്ടർ പാസേജിനിടയിലൂടെ കടന്ന് കളയാമെന്നതാണ് അയാളുടെ ഉദ്ദേശം. ഇങ്ങനെ 10 വാഹനങ്ങൾ പോയാലുള്ള ബുദ്ധിമുട്ട് എന്താ പറയുക, ഇവിടെയുള്ള ആളുകൾക്ക്, റോഡിൽ നിൽക്കുന്ന ആളുകൾക്ക്, കച്ചവടക്കാർക്കൊക്കെ വലിയ പ്രയാസമാണ്. കാരണം ഓൾറെഡി നമ്മുടെ ദേശീയപാതയിൽ കണ്ടമാനം പൊടിയും മണ്ണുമൊക്കെ ആയിട്ട് ഒരു രക്ഷയില്ലാത്തൊരു സാഹചര്യമുണ്ട്. അപ്പം ഈ റോഡിൽ നിന്ന് മാറിയിട്ട് ഈ മണ്ണിലൂടെ യാത്ര ചെയ്യുമ്പോൾ അത് വല്ലാത്തൊരു പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്, പ്രത്യേകിച്ച് റോഡിലൊക്കെ നിൽക്കുന്ന ആളുകൾക്ക്. ഇപ്പം നിലവിൽ ഒരു തണൽ മരം പോലും ഇല്ലാതെയാണ്, ഒരു ബസ് സ്റ്റോപ്പ് പോലും കൃത്യമായിട്ട് പലയിടത്തും ഇല്ല. ആ ഒരു അവസ്ഥയിലാണ് യാത്രക്കാരായ ആളുകൾ ബസ്സുകൾക്കും മറ്റു വാഹനങ്ങൾക്കൊക്കെ വെയിറ്റ് ചെയ്യുന്ന ആ ഒരു അവസരത്തിൽ ഇത്തരത്തിൽ റോഡല്ലാത്ത ഭാഗങ്ങളിലൂടെ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ എന്താ പറയുക, ഒരു നാടൻ ചൊല്ലുണ്ട്, പുഴുത്തതിൻ്റെ മുകളിൽ നായ കാഷ്ടിച്ചു എന്ന് പറയും. അപ്പോൾ അതേപോലെയുള്ളൊരു അവസ്ഥ ജനങ്ങൾക്കുണ്ടാവും. അപ്പം ദയവേത് അത്തരത്തിൽ ഓഫ് റോഡ് അപാരത ദേശീയപാതയിൽ വർക്ക് നടക്കുമ്പോൾ കാണിക്കാതിരിക്കുക എന്നാണ് അവസരത്തിൽ എല്ലാവരോടും ഓർമ്മിപ്പിക്കാറുള്ളത്. അപ്പോൾ നമ്മളെ ചെങ്ങോട്ടുകാവ് ഭാഗത്ത് എത്താറായി. ഇവിടെയൊക്കെ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും ഒരുപാട് നടക്കേണ്ടിയിരിക്കുന്നു. ഇവിടെയും നേരത്തെ പറഞ്ഞ സർവീസ് റോഡ് പൊട്ടിപ്പൊളിഞ്ഞത് മോശമാണ്. റോഡ് ഡൈവേർട്ട് ചെയ്ത ഭാഗത്ത് കണ്ടോ, ഇവിടെയൊക്കെ റോഡ് ഡൈവേർട്ട് ചെയ്യുമ്പോൾ ടാർ ചെയ്ത് കൊടുക്കുന്നില്ല എന്നത് വാഗാടിൻ്റെ മാത്രം പ്രത്യേകതയാണ്. ഒരു പ്രദേശത്തൂടെ വാഹനങ്ങൾ കടത്തി വിടുമ്പോൾ അത് ടാർ ചെയ്ത് കൊടുക്കാതെ എങ്ങനെയെങ്കിലുമൊക്കെ കടത്തി വിടുന്ന ഒരു സാഹചര്യം. കഴിഞ്ഞ ദിവസം നമ്മൾ നന്ദിയിൽ വാഹനം ഡൈവേർട്ട് ചെയ്ത് വിട്ട ഒരു കാഴ്ച കണ്ടിരുന്നു. അതിനുശേഷം നമ്മൾ വളരെ ശക്തമായി വീഡിയോ ചെയ്ത് നല്ല രീതിയിൽ ഒരുപാട് ആളുകൾ അത് ഷെയർ ചെയ്തു, മില്യൺസ് വ്യൂസ് ഉണ്ടായി. അപ്പോൾ അതിന് ശേഷം അതുകൊണ്ടാണ് അറിയില്ല, എന്തായാലും ഉടൻ തന്നെ തീരുമാനവും മാറ്റവും വന്നു. ആ ഡൈവേർട്ട് ചെയ്ത ഭാഗത്ത് നിന്ന് പിന്നീട് വേറെ സർവീസ് റോഡ് ടാർ ചെയ്ത് ആ സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ കടത്തിവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ എന്തായാലും നമ്മളെ വീഡിയോയും അതിനൊരു കാരണമായിട്ടുണ്ട് എന്ന് തന്നെ ഒരു പക്ഷേ പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മളെ വെങ്ങളം ചെങ്ങോട്ടുകാവ് എന്നുള്ള ഏറ്റവും പുതിയ കാഴ്ച. ഈ ഒരു മാസം, നമ്മളെ കഴിഞ്ഞ ഡിസംബർ ജനുവരി മാസം നമ്മളെ വെങ്ങണ റീച്ചിൽ
പ്രത്യേകിച്ച് കൊയിലാണ്ടി ബൈപ്പാസിൽ, അതേപോലെ നമ്മളെ ചെങ്ങോട്ടുകാവ് ഭാഗങ്ങളിൽ, മാഹി ബൈപ്പാസ്, മാഹിയിലെ കുഞ്ഞിപ്പള്ളി ഭാഗങ്ങളിലൊക്കെ കുറച്ച് നല്ല മാറ്റം വാഗാടിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ആ ഒരു മാറ്റം തുടർന്ന് പോവുകയാണെങ്കിൽ ആളുകൾക്ക് വലിയ ആശ്വാസം ഉണ്ടാവും. അപ്പോൾ നമ്മളെ ചെങ്ങോട്ടുകാവിൻ്റെ ആ ഒരു ഭാഗത്ത് എത്താറായി. ഇനി അടുത്ത വീഡിയോ നമ്മൾ ചെങ്ങോട്ടുകാവ് മുതൽ നന്ദി വരാം. അടുത്ത വീഡിയോ അല്ല, അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ. അതിനു മുന്നേ നമ്മൾ അപ്ഡേഷൻ ചെയ്യുന്നത് പയ്യോളി ടു നന്ദി വരെയുള്ള ദേശീയപാതയുടെ കാഴ്ചകൾ അപ്ഡേഷൻ ചെയ്യും. അപ്പോൾ നമ്മൾ ഈ വീഡിയോ എടുത്തിരിക്കുന്നത് ജനുവരി 15-നാണ്. ജനുവരി 15 ഒരു ഉച്ച സമയത്താണ് വീഡിയോ എടുത്തത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം വീഡിയോന് ക്ലാരിറ്റി ഉണ്ട് എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ചെങ്ങോട്ടുകാവ് ആ ഒരു അപ്രോച്ച് റോഡിൻ്റെ ഭാഗമാണിത്. ഇവിടെ കാര്യമായിട്ടുള്ള മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. നേരത്തെയുള്ള പഴയ ദേശീയപാതയിലൂടെ തന്നെയാണ് കോഴിക്കോട് ഭാഗത്തേക്ക് വാഹനങ്ങൾ പോകുന്നത്. അതേപോലെ സർവീസ് റോഡ് നേരത്തെ ടാർ ചെയ്താണ്. ഇവിടെയൊക്കെ കുണ്ടും കുഴിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പൂർണ്ണമായും ടാർ ചെയ്ത് ക്ലീൻ സിറ്റി ആക്കിയിട്ടുണ്ട്. പിന്നെ ഈ പഴയ ദേശീയപാതയിലൂടെ 2 വേ ആയിട്ട് വാഹനങ്ങൾ കടന്നു പോകും. നല്ല രീതിയിൽ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുന്നുണ്ട്. അതായത് നമ്മളെ കോഴിക്കോട് ഭാഗത്തുള്ള വാഹനങ്ങൾ ആ ഒരു അതായത് പഴയ ദേശീയപാതയിലൂടെ കയറി വരിക, ഓട്ടോറിക്ഷ, അതേപോലെ കാറ് തുടങ്ങിയ വാഹനങ്ങൾ, അത് വെറും ട്രാഫിക് ബ്ലോക്കിന് നമ്മൾ ആ റൈറ്റ് സൈഡിൽ കാണുന്ന ഭാഗത്തൂടെ കടന്നു വരുമ്പോൾ വെറുതെ ഒരു ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ചിലയുടെ സമയങ്ങളിൽ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവുന്നതല്ല, ചില ആളുകൾ ഉണ്ടാക്കുന്നതാണ് എന്ന് തോന്നിപ്പോവാറുണ്ട്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം.